നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ റിച്ചുല നാസർ. രുചിയും ആരോഗ്യവും എന്ന പരിപാടിയുടെ ഭാഗമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അടുക്കളയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കായത്തെക്കുറിച്ചാണ്. ആയുർവേദത്തിൽ ഇതിന് ഹിംഗു എന്നാണ് പറയുന്നത്. സാമ്പാറിലും രസത്തിലും അച്ചാറിലും പ്രത്യേക രുചിയും മണവും കൂട്ടാൻ ഇത് സഹായിക്കുന്നു. കായം ഒരു ഓർഗാനോ സൾഫർ മിശ്രിതമായതുകൊണ്ട് വളരെയധികം രൂക്ഷഗന്ധം ഇതിനുണ്ട്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതലായി കായം ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശിലെ ഹാത്രാസ് എന്ന സ്ഥലത്താണ് ഇത് കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഫെറുള അസഫോട്ടിഡ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ വേരിൽ നിന്ന് മുറിവുണ്ടാക്കിയെടുക്കുന്ന പശയാണ് പാൽക്കായം എന്ന് പറയുന്നത്. ഇതിന് വെള്ള നിറമാണ്, ഉണങ്ങിയാൽ ഇളം മഞ്ഞ നിറവും. ഇതാണ് ഒറിജിനൽ കായം. സാധാരണയായി 3-4 വർഷം കഴിഞ്ഞ ചെടിയിൽ നിന്നാണ് വിളവെടുപ്പ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നിറയെ പൂക്കുന്നതാണ്. പൂക്കാലം കഴിയുന്നതോടുകൂടി മണ്ണിന്റെ മുകളിൽ നിന്ന് തണ്ടും മറ്റും മാറ്റുന്നു. പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് തൊലിയിൽ മുറിവുണ്ടാക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന പശ ഉണക്കി ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പശയ്ക്ക് 10,000-ലധികം വില വരുന്നുണ്ട്. ഇത്രയ്ക്കും തീക്ഷ്ണവും ഉഗ്രഗന്ധവും വിലമതിക്കുന്നതും ആയ ഈ പശ മറ്റു വസ്തുക്കളോട് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാക്കുന്നു. മൈദ, ഗോതമ്പ്, ഗം അറബിക് എന്നിവ നിശ്ചിത അനുപാതത്തിൽ പാൽക്കായത്തോട് ചേർത്താണ് കൂട്ടുപെരുങ്കായം അഥവാ കോമ്പൗണ്ട് അസഫോട്ടിഡ ഉണ്ടാക്കുന്നത്. കട്ടകളായും പൊടികളായും ഇവ വിപണിയിൽ നിന്നും ലഭ്യമാണ്. നമ്മുടെ നാട്ടിൽ നഴ്സറികളിൽ കാണുന്ന കായമരം അഥവാ കായച്ചെടി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ചെറിയ മണമുള്ള വെള്ളപ്പൂക്കളുള്ള ചെടിയുടെ കമ്പുകൾ ഒടിച്ചാൽ കിട്ടുന്ന പശയ്ക്കും കായത്തിന്റെ രുചിയും മണവുമാണ്. ഈ സസ്യം ഗാർഡീനിയ ഗമിഫറ അഥവാ സോമനാഥിക്കായം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സാധാരണയായി മരുന്നുണ്ടാക്കാനായി ഉപയോഗിക്കുന്നു. ഇത് ചില കറികളിൽ ഉപയോഗിക്കാറുണ്ട്. കായം ഡെയിലി ഡോസേജ് നോക്കി ഉപയോഗിക്കണം. 125 മുതൽ 500 mg വരെയാണ് ഡോസ്. കൂടുതലായി ഉപയോഗിക്കുന്നത് ദോഷകരമാണ്. യഥാർത്ഥ കായം വെള്ളത്തിൽ അലിയിച്ചാൽ പാൽ നിറമാവുന്നതാണ്. ആയുർവേദത്തിൽ കായം ശുദ്ധിയാക്കുന്നത് പശുനെയ്യിൽ വറുത്താണ്. കടുരസമുള്ള കായം ലഘുവും തീക്ഷ്ണവും ഉഷ്ണവും സ്നിഗ്ധവുമാണ്. അതുകൊണ്ട് തന്നെ കായം അഗ്നിദീപനത്തിനും ആമപാചനത്തിനും വാതാനുലോമനത്തിനും ശ്രോതോശുദ്ധി വരുത്താനും ഉപയോഗിക്കുന്നു. കൂടാതെ കൃമിഗ്നമായും ശൂലഹരമായും വാതകഫഹരമായും പിത്തവർദ്ധകവുമായി കാണപ്പെടുന്നു. പിത്തവർദ്ധകമായതുകൊണ്ട് തന്നെ ഗർഭിണികൾ, പിത്തപ്രകൃതിക്കാർ ഇവർ കായം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ. അഷ്ടചൂർണം, ഹിങ്കുവജാതി ചൂർണം, ചിത്രകാതിവടി, ശംഖവടി, ഹിങ്കുത്രിഗുണ തൈലം എന്നിവയിലെല്ലാം കായം ഒരു പ്രധാന ഘടകമാണ്. വയറിൽ ഗ്യാസ് നിറഞ്ഞുള്ള ബുദ്ധിമുട്ടിനും കീഴ്വായു ശല്യത്തിനും വയറുസ്തംഭനം, വയറുവീർപ്പ് എന്നിവയ്ക്ക് കായം അത്യുത്തമാണ്. നെയ്യിൽ വറുത്തു പൊടിച്ച് അല്പം കായം ഇന്ദുപ്പും ഇഞ്ചിനീരും കൂട്ടി ചുടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ ഇവ ശമിക്കുന്നതാണ്. ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുൻപ് അല്പം കായം പൊടിച്ചത് ചുടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. നിർത്താതെയുള്ള എക്കിട്ടത്തിന് അല്പം കായം ശർക്കരയും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ആസ്മ പോലുള്ള രോഗാവസ്ഥയിൽ കായത്തിന്റെ പുക 1-2 മിനിറ്റ് ശ്വസിക്കുന്നത് ശമനം ചെയ്യും. കുറുകലോട് കൂടിയ ചുമയ്ക്ക് അല്പം കായം നെയ്യിൽ വറുത്തു പൊടിച്ച് തേനും ഇഞ്ചിനീരും കൂട്ടി കഴിക്കുന്നത് നല്ലതാണ്. ഗ്യാസ് മൂലമുണ്ടാകുന്ന നെഞ്ചുവേദനയ്ക്കും വയറുവേദനയ്ക്കും അല്പം പാൽക്കായം ചുടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന വയറുവേദനയ്ക്ക് പാൽക്കായം പുക്കിളിനു ചുറ്റും അല്പം വെള്ളത്തിൽ ചാലിച്ചു പുരട്ടുക. എന്നിട്ട് ചെറു ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ തുണി മുക്കി ആവി പിടിക്കുക. ഇത് കുട്ടികളുടെ വയറുവേദന ശമിപ്പിക്കുന്നതാണ്. കൂടാതെ സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനകളും പ്രസവാനന്തരം ഉണ്ടാകുന്ന വയറിലെ അസ്വസ്ഥതകളെല്ലാം കായം അവരുടെ ഭക്ഷണത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കുന്നത് അവർക്ക് വളരെ ആശ്വാസം കിട്ടുന്നതാണ്. പണ്ടുകാലത്ത് ക്ഷുദ്രജീവികളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി പാൽക്കായം വീടിന് ചുറ്റോറും തെളിക്കുന്ന പതിവുണ്ടായിരുന്നു. ചുരുക്കത്തിൽ വായു സംബന്ധമായ ഒട്ടുമിക്ക രോഗങ്ങളിലും കായത്തിന്റെ ഉപയോഗം അത്യുത്തമമാണ്.
നന്ദി.